ഞാൻ ഇന്നലെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പനിയാണ് എന്ന് പറഞ്ഞ്. ഇന്നും ചെറിയൊരു ജലദോഷമുണ്ട്. അതിൽ ഒരുപാട് പേര് എനിക്ക് പ്രാർത്ഥന പെട്ടെന്ന് സുഖമാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും ഞാൻ ആദ്യം തന്നെ നന്ദി പറയുകയാണ്. നിങ്ങളുടെ ഓർമ്മയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കുടുംബത്തിൽ ഒരാളായിട്ട് തന്നെ എന്നെ കാണുന്നതിന് നിങ്ങളുടെ ആദ്യം തന്നെ ഞാൻ നന്ദി പറയുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കട്ട്, CUT, കട്ട് എന്ന് പറയുന്ന വേർബാണ്. ഇംഗ്ലീഷ് പഠിച്ചെത്തുന്ന പലർക്കും ഇത് മാറിപ്പോകാറുണ്ട്. കാരണം എന്താണ്? വേർബ് എന്ന് പറയുന്നത് എന്താണ്? വേർബ് പ്രവൃത്തികൾക്കാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. അത് റെഗുലർ വേർബുമുണ്ട്, ഇറഗുലർ വേർബുമുണ്ട്. അപ്പോൾ റെഗുലർ വേർബ് എന്താണെന്നും ഇറഗുലർ വേർബ് എന്താണെന്നും ഒക്കെ നമ്മൾ പഴയ ക്ലാസ്സുകളിൽ എടുത്തിട്ടുണ്ടായിരുന്നു. കഴിയുമെങ്കിൽ ഞാൻ ഇവിടെയോ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ കട്ട് എന്ന് പറയുന്നത് എന്ത് വേർബാണ്? ഇറഗുലർ വേർബാണ്. അപ്പോൾ കട്ട് എന്ന് പറയുന്ന വേർബ് CUT, കട്ടാണ് വേർബ് ഫസ്റ്റ് വേർഡ്. സെക്കൻഡ് ഫോമും അത് തന്നെ, തേർഡ് ഫോമും അത് തന്നെ. പക്ഷേ കട്ട് എന്ന് പറയുന്ന വാക്കിന് നമ്മളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു അർത്ഥം എന്ന് പറയുന്നത് മുറിക്കുക എന്നൊരർത്ഥം മാത്രമേ ഉള്ളൂ. ഷീ കട്ട് ദ വെജിറ്റബിൾസ്. അവള് വെജിറ്റബിൾസ് കട്ട് ചെയ്തു. ചെറിയൊരു ചുമയുണ്ട്. അതുപോലെ തന്നെ വെജിറ്റബിൾസ് മുറിച്ചു എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. ഹി കട്ട് ദ ട്രീ. അവൻ മരം മുറിച്ചു എന്നാണ് അർത്ഥം വരുന്നത്. ഇനി നമുക്ക് ചിലപ്പോൾ കട്ട് എന്ന് പറയുന്ന വാക്കിന് നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നൊരർത്ഥം വരും. അപ്പം നമ്മൾ സെൻറ്റൻസ് നോക്കുകയാണ് എങ്കിൽ ഹി കട്ട് ഹിസ് ഓൾഡ് ഫ്രണ്ട്. ഹി കട്ട് ഹിസ് ഓൾഡ് ഫ്രണ്ട്. അവൻ്റെ പഴയ സുഹൃത്തിനെ മൈൻഡ് ചെയ്യാതെ പോയി. അത് തന്നെയാണ് ഹി കട്ട് ഹിസ് ഓൾഡ് ഫ്രണ്ട്. അവൻ്റെ പഴയ സുഹൃത്തിനെ അവൻ മൈൻഡ് ചെയ്യാതെ പോയി. നമ്മൾ മൈൻഡ് ചെയ്യാതെ പോവാന്ന് പറയില്ലേ, അവിടെ നമ്മൾ ഈ കട്ട് എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ പറയും പ്ലീസ് കട്ട് മൈ നെയിം ഫ്രം ദ ലിസ്റ്റ്. ലിസ്റ്റിൽ നിന്ന് എൻ്റെ പേര് മാറ്റുക. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കട്ട് എന്നാണ്. പ്ലീസ് കട്ട് മൈ നെയിം ഫ്രം ദ ലിസ്റ്റ്. ലിസ്റ്റിൽ നിന്ന് എൻ്റെ പേര് ഒഴിവാക്കുക. അപ്പോൾ കട്ട് എന്ന് പറയുന്ന വാക്കിന് മുറിക്കുക എന്ന് മാത്രമല്ലാത്ത നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നതിന് നമുക്ക് കട്ട് ഉപയോഗിക്കാം. എടുത്തു മാറ്റുക എന്നതിന് നമുക്ക് കട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സാലറി നമ്മൾ സാലറി കുറച്ചു എന്ന് പറയാൻ നമ്മൾ കട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കട്ട് എന്ന് പറയുന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. കട്ട് നമ്മൾ V1, V2, V3 സെയിം തന്നെയാണ്. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ സെൻറ്റൻസ് സ്ട്രക്ചർ മനസ്സിലാക്കുമ്പോൾ കട്ടിൻ്റെ ഉപയോഗം മനസ്സിലാവും. ഇനി കട്ട് ഉപയോഗിച്ച് ഒരുപാട് ഫ്രേസൽ വേർബ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഒരു 3-4 ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. കട്ട് എക്രോസ്. കട്ട് എക്രോസ്. നമ്മൾ എക്രോസ് എന്താണെന്നൊക്കെയുള്ളത് നമ്മൾ പ്രിപ്പോസിഷൻ്റെ അതിനകത്ത് പഠിച്ചായിരുന്നു. അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്ത് നിങ്ങൾ പറഞ്ഞേ. കട്ട് എക്രോസ്. ഷീ cut across the park to save time. She cut across the park to save time. സമയം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ പാർക്ക് മുറിച്ചു കിടന്നു. കട്ട് എക്രോസ് ദ പാർക്ക്. പാർക്ക് മുറിച്ചു കിടന്നു അവൾ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കട്ട് എക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വഴി മുറിച്ച് കിടക്കുക, അല്ലെങ്കിൽ നമ്മളൊരു എളുപ്പ വഴിയെ പോവുക. അതല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. കട്ട് എക്രോസ്. ഹീ കട്ട് എക്രോസ് ദ പാർക്ക് ടു സേവ് ടൈം. ടൈം സേവ് ചെയ്യാൻ വേണ്ടി അവൾ പാർക്കിലൂടെ എക്രോസ് മുറിച്ച് കിടന്നു. കട്ട് എക്രോസ്. കട്ട് ഇൻ. ഷീ ഓൾവേസ് കട്ട്സ് ഇൻ വെൻ ഐ ആം ടോക്കിംഗ്. She always cut in when I am talking. ഞാൻ സംസാരിക്കുമ്പോൾ എപ്പോഴും അവൾ ഇടയ്ക്ക് കയറാറുണ്ട്. അപ്പോൾ കട്ട് ഇൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് കയറുക. നമ്മൾ സംസാരിക്കുന്ന ഇടയ്ക്ക് ഒരു ഇൻറ്ററപ്റ്റ് ആയിട്ട് ആൾക്കാർ ചിലവർ അങ്ങനെ കയറി പറയില്ലേ, അതിനാണ് നമ്മൾ കട്ട് ഇൻ എന്ന് പറയുന്നത്. അപ്പോൾ ഷീ ഓൾവേസ് കട്ട് ഇൻ വെൻ ഐ ആം ടോക്കിംഗ്. ഞാൻ സംസാരിക്കുമ്പോൾ അവൾ ഇടയ്ക്ക് കയറി പറയാറുണ്ട്. കട്ട് ഇൻ, ഇടയ്ക്ക് കയറുക. ദ ബസ് കട്ട് ഇൻ ഫ്രണ്ട് ഓഫ് മൈ കാർ. എൻ്റെ കാറിൻ്റെ ഫ്രണ്ടിലോട്ട് ബസ് കയറി വന്നു. ഇടയ്ക്കോടെ കയറി വന്നു, ഇടയ്ക്ക് കയറി വന്നു. ദ ബസ് കട്ട് ഇൻ ഫ്രണ്ട് ഓഫ് മൈ കാർ. എൻ്റെ കാറിൻ്റെ ഫ്രണ്ടിലേക്ക് ബസ് കയറി വന്നു. അപ്പോൾ കട്ട് ഇൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് കയറുക.
കട്ട് എക്രോസ് എന്ന് പറഞ്ഞാൽ വഴി മുറിച്ചു കിടക്കുക, വഴി മുറിച്ചു കിടക്കുക. കട്ട് ഇൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് കയറുക. കട്ട് ബാക്ക്, കുറയ്ക്കുക. കട്ട് ബാക്ക്, ദ കമ്പനി കട്ട് ബാക്ക് എക്സ്പെൻസസ്. എക്സ്പെൻസസ് ചെലവുകളെല്ലാം കമ്പനി കുറച്ചു. കട്ട് ബാക്ക്, കട്ട് ബാക്ക് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക എന്നാണ് അർത്ഥം. കമ്പനി കട്ട് ബാക്ക് എക്സ്പെൻസസ്, ചെലവുകളെല്ലാം കമ്പനി കുറച്ചു. കമ്പനി നഷ്ടത്തിൽ പോകുന്നുണ്ടായിരിക്കും. കട്ട് ബാക്ക്, കുറയ്ക്കുക. അപ്പോൾ കട്ട് ഇൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് കയറുക. കട്ട് എക്രോസ് എന്ന് പറഞ്ഞാൽ വഴി മറികടക്കുക. കട്ട് ബാക്ക് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക എന്നാണ് അർത്ഥങ്ങൾ. ദ ഇലക്ട്രിസിറ്റി വാസ് കട്ട് ഓഫ്. നമുക്ക് എല്ലാവർക്കും പറയാം കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ വിച്ഛേദിക്കുക. ദ ഇലക്ട്രിസിറ്റി വാസ് കട്ട് ഓഫ്. ഇലക്ട്രിസിറ്റി വിച്ഛേദിക്കപ്പെട്ടു. നമ്മൾ ബില്ലൊന്നും അടച്ചില്ലെങ്കിൽ എന്തായിരിക്കും? കട്ട് ഓഫ് ചെയ്ത് കളയും അല്ലേ? ഇത് ഇലക്ട്രിസിറ്റി വാസ് കട്ട് ഓഫ്. കട്ട് ഡൗൺ, ദേ കട്ട് ഡൗൺ ദ ബിഗ് ട്രീ. ആ വലിയ മരം അവര് മുറിച്ചു മാറ്റി. കട്ട് ഡൗൺ, കട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ മുറിച്ചു മാറ്റുക. കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ വിച്ഛേദിക്കുക. കട്ട് ഇൻ എന്ന് പറഞ്ഞാൽ ഇടയിൽ കയറുക. കട്ട് ബാക്ക് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക. കട്ട് എക്രോസ് എന്ന് പറഞ്ഞാൽ റോഡ് മുറിച്ചു കിടക്കുക. അപ്പോൾ ഈ കട്ട് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ കട്ട് 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 തന്നെയാണ്. അപ്പോൾ കട്ടഡ് എന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. പക്ഷേ പ്രസന്റ് ടെൻസിലാണ്, സിമ്പിൾ പ്രസന്റ് ടെൻസിലാണെങ്കിൽ അത് കട്ട്സ് ആയിട്ട് മാറും. പ്രസന്റ് കണ്ടിന്യൂസിലാണെങ്കിൽ കട്ടിങ് ആയിട്ട് മാറും. പെർഫെക്റ്റ് ടെൻസിൽ ഹാസ് ഹാവ് കട്ട് എന്നായിട്ട് മാറും. പാസ്റ്റ് ടെൻസിലാണ് എങ്കിൽ കട്ട് കൊടുത്തിട്ട് ടൈമും കൂടി കൊടുക്കുമ്പോൾ പാസ്റ്റ് ടെൻസ് മാറും. പക്ഷേ എല്ലായിടത്തും എന്ത് തന്നെയാണ്? കട്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എപ്പോഴും ആൾക്കാർ തെറ്റിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ സൗണ്ട് ചെറിയൊരു ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് സൗണ്ട് അത്ര ക്ലിയർ അല്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കട്ട് നിങ്ങൾ പഠിച്ചു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അടുത്ത ദിവസം മുതൽ വീട്ടമ്മമാർക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. താല്പര്യമുള്ള സ്ത്രീകൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എന്നെ പ്രാർത്ഥനയിലൊക്കെ ഓർത്തതിന് നന്ദി പറയുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും നന്ദി.